സോറി കേട്ടോ, മുഷിനില്ലല്ലോ. എന്താ വിശേഷിച്ച്? വിശേഷമുണ്ട്. എന്റെ കല്യാണം നിശ്ചയിച്ചു. പറഞ്ഞു കേട്ടു. അവസാനം അതങ്ങടെ ഒത്തൂല്ലേ? സന്തോഷം. സാറും ഭാര്യയും വന്ന് അനുഗ്രഹിക്കണം. ഡോക്ടറുകളെ കത്ത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ ഞാൻ വരണ്ടല്ലേ? എല്ലാരും വരണം. കുട്ടിയെ പ്രത്യേകം ക്ഷണിക്കേണ്ട കാര്യണ്ടോ? വിളിക്കാത്ത ശ്രദ്ധയ്ക്ക് ഞാൻ ഉണ്ണാൻ പോകാറില്ല. അമ്മ വെറുതെ പറയണാണ്. അമ്മൂന്നാണോ എന്തുന്നാണോ എഴുതേണ്ടത്? അമ്മുന്തു. അമ്മുന്തു. എന്നാ ഞാൻ ഇറങ്ങേ. താങ്ക് യു. എല്ലാറ്റിനും ഞാൻ തന്നെ ഓടണേ. ഒരു കാപ്പ് കുടിച്ചിട്ട് പോവാം. വേണ്ട, ധൃതിയുണ്ട്. എന്നാലും അതല്ലോ അതിന്റെ മര്യാദ. താനിരിക്കേ. അമ്മോ, മുത്തശ്ശോട് കാപ്പി തരാൻ പറയൂ. കാപ്പി കൊടുത്തില്ല മുത്തശ്ശ. എപ്പോ? ആ മര്യാദക്ക് എനിക്കറിയാം. കാപ്പി ഞാനോ കൊണ്ടുവന്ന് കൊടുത്ത് മധുരം നല്ല പാകെന്ന് പറയുകയും ചെയ്തു. ഇല്ലേ? അത് ശരി. ഇന്നത് പറഞ്ഞൂടെ തനിക്ക്? എന്നാ ഞാൻ തന്റെ നേരം കളയില്ലായിരുന്നല്ലോ. ഒന്നുകൂടി വേണമെന്നുണ്ടാവും. വേണോ ജവാൻ സാബ്? വേണ്ട അമ്മുന്തു, വരട്ടെ സാർ. മുല്ലശ്ശേരി മേനോൻ സാറിന്റെ എവിടേക്കാ പോയിരിക്കണേ? ഒന്ന് പോയി നോക്കായിരുന്നു. അവിടേക്കാണെങ്കിൽ ഞാൻ പോയി നോക്കായിരുന്നു. പിന്നെ നിന്നെ അന്വേഷിക്കാൻ വേറെ ആളെ വിടണം. ഇപ്പൊ വരുമല്ലോ. വരട്ടെ. ശിവനെ അറിയിച്ചിട്ടുണ്ടാവോ ആവോ? ദാ അമ്മാമ്മ വന്നു. വിളി തുടങ്ങി. ചിലപ്പോ ഒന്ന് നീട്ടേണ്ടി വരും. ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ? ഇപ്പൊ കരിമ്പഴന്ന് ഫോൺ വന്നതാ. നമ്മുടെ മുരളി മരിച്ചു. കൊന്നതാണെന്നാ പറയണേ. പാലക്കാട്ട് അവനൊരു ബന്ധമുണ്ടായിരുന്നല്ലോ. അവിടെ നാട്ടുകാരായിട്ടെന്തോ പ്രശ്നമായി. അടി ഉണ്ടായിന്നൊക്കെ പറയണു. ബോഡി പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയിരിക്കുക. ജന്മമുണ്ടാകിൽ മരണവും നിശ്ചയം. ജന്മം മരിച്ചവർക്കും വരും നിർണയം. ആർക്കും തടുക്കരുതാതൊരവസ്ഥയെന്നോർക്കണമെല്ലാരും സ്വകർമ്മവശാഗതം. തത്വമറിഞ്ഞുള്ള വിദ്വാൻ ഒരിക്കലും പുത്രമിത്രാർത്ഥ കളത്രാദി വസ്തുനാ വേർപെടും നേരവും ദുഃഖമില്ലേതുമേ. സ്വഭേദമെന്നാൽ സുഖവുമില്ലേതുമേ. ബ്രഹ്മാണ്ഡ കോടികൾ നഷ്ടങ്ങളായതും ബ്രഹ്മണാ സൃഷ്ടങ്ങളായതും പാർക്കിലോ സംഖ്യയില്ലാതോളമുണ്ടിതെന്നാൽ ക്ഷണഭംഗുരമായുള്ള ജീവിതകാലത്തിൽ എന്തൊരാസ്ഥ മഹാജ്ഞാനിനാമുള്ളതും. ബന്ധമെന്തീ ദേഹദേഹികൾക്കെന്നതും ചിന്തിച്ചു മായാ ഗുണവൈഭവങ്ങളും കണ്ടവർക്കെന്തു സംഭ്രമം. കമ്പിത പത്രാലഗ്നാംബു ആ പെട്ടി സാധനങ്ങളൊക്കെ അതൊക്കെ ഞങ്ങൾ എടുത്തോളാം. അമ്മ ഇവിടെ കൊണ്ടാകട്ടെ. ഞാൻ എടുക്കാം കേട്ടാ. ഞാൻ എടുത്തോളാം.
എന്താണ് എടാ ഇതൊക്കെയാ ജീവിതം. ജനനവും മരണവും എന്നൊക്കെ പറയുന്നത് നമ്മൾ വിചാരിക്കുമ്പോഴല്ല, അതൊക്കെ മുകളിൽ ഒരാൾ തീരുമാനിക്കും. സന്തോഷായി. ഇപ്പൊ എല്ലാവർക്കും സന്തോഷായി അല്ലടാ? ആ കുട്ടിയുടെ ജീവിതം നിങ്ങള് നശിപ്പിച്ചില്ല. നീ പെട്ടി കൊണ്ട് അകത്തേക്ക് പോ. ചെല്ലേ. പറഞ്ഞിട്ട് കാര്യമില്ലടാ. വിഷമുണ്ട്, വിഷമോ? എനിക്ക് വിഷമുണ്ടാ. ഈ ദൈവങ്ങൾക്ക് കണ്ണീരറിയില്ല, കണ്ണുമില്ല. എങ്ങനെ ഉണ്ടാവാല്ല? കല്ലും മണ്ണും കടലാത്തൊക്കെ അല്ലേ? അല്ലെങ്കിൽ നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ, ഇവിടെ നീ വൃത്തിയോടെ ഉണ്ടാക്കരുത്. മിണ്ടില്ല ഓലേട്ടാ, ജോസിന് മിണ്ടില്ല. കരച്ചിലും പിടിച്ചൊന്നും വേണ്ട, നീ പോ. എന്താ ചെയ്യാ? അവള് പാവം ഓലേട്ടാ. ഞാനിന്ന് കുടിക്കും. ഇപ്പൊ കുടിച്ചിട്ടില്ല? എനിക്ക് കുടിച്ചു മരിയോ? ഞാനിന്ന് കുടിച്ചു മരിയോ ഓലേട്ടാ? ഞാനാ പറയുന്നത്, നീ പോ. എന്റെ വിഷമ, പോകാൻ. എന്റെ വിഷമെന്താ നിങ്ങൾ ആരും മനസ്സിലാക്കാത്ത? കൊല്ല്. അവള് പാവം ഓലേട്ടാ, അവള് പാവം, അവള് പാവം. എന്താടാ അവന് തുടങ്ങി? പ്രായണ്ടായിട്ട് കാര്യമില്ല, ഇത്തിരി ഭാഗത്തിന് വേണം. ഒരു മരണം കഴിഞ്ഞല്ലേ, അതിനിപ്പോ എന്താ? അതിനിപ്പോ എന്താ നവപടം കൂട്ടാൻ നടിച്ചടാ. വിശന്നിട്ട് വയ്യ. 2 ദിവസമായിട്ട് ഭക്ഷണം ഒന്നും ശരിയല്ല. ഓ സദ്യ ഉണ്ണാൻ കല്യാണത്തിന് പോയിരിക്കായിരുന്നല്ലോ. ചില നേരത്തെ അമ്മയുടെ വർത്തനം കിട്ടാൻ കലി വരും. സുമന്തി ഓ അമ്മയ്ക്ക് പറഞ്ഞാ മനസ്സിലാവില്ലേ? കഷ്ടണ്ട്. മോളോ? എന്റെ പൂക്കളൊക്കെ പറിച്ചു കളയാണോ നീ? സുമേ, മോള് പുറത്തൊക്കെ ഇറങ്ങുമ്പോ സൂക്ഷിക്കണേ. ഇവിടെ ഒരു പാമ്പുണ്ട്, നല്ല അസലൊരു മൂർഖൻ. അത് കടിക്കില്ല, സർപ്പാ. ഏയ് കടിക്കില്ല, നക്കും. എടാ ക്ഷണിക്കേണ്ടവരെയൊക്കെ നേരത്തെ ക്ഷണിച്ചില്ലെങ്കിൽ പരാതി ആവൂട്ടോ. ആ വരട്ടെ. ചിലപ്പോ ഇത്ര നീട്ടേണ്ടി വരുമെന്ന് ഗോപാലേട്ടൻ പറഞ്ഞു. അവർക്കെന്തോ വിചാരിച്ച പോലെ കാശൊന്നും വന്നില്ല അത്രേ. അതിന്റെ പേരിൽ നമ്മൾ നീട്ടണോ? നമുക്ക് എന്തിനാ പൊന്നും പണമൊക്കെ? അത് മനസ്സിൽ വെച്ചാ മതി. പറഞ്ഞ വാക്ക് വിട്ടൊരു കളിക്ക് ഞാനില്ല. ഒരു നയാ പൈസ കുറഞ്ഞാ എന്നാ കിട്ടില്ല. അയ്യേ, ഇവൻ എന്നു മുതൽക്കാ കാശും പണത്തിനൊക്കെ എത്ര ആർത്തി തുടങ്ങിയത്? കേട്ടൂടി? ഗോപാലേട്ടാ, വിവരക്കേട് തന്നെയാ. നീ എന്താ ഈ പറയണേ? ഇതെന്താ കുട്ടികളിയാ? അവള് വിധവയായിട്ട് വീട്ടിലിരിക്കുമ്പോ ഞാൻ എങ്ങനെ ഒരു പെണ്ണും കുടുംബമായിട്ട് കഴിയുന്ന ഗോപാലേട്ടൻ പറയണേ? ഇതൊക്കെ ലോകത്ത് നടക്കണ കാര്യങ്ങളാടോ. ലോകത്ത് നടക്കണ്ടാവും, എനിക്ക് പറ്റണ്ടേ? അല്ലെങ്കിൽ ലോകത്ത് നടക്കുന്ന നോക്കിയാണോ ഞാൻ ജീവിച്ചത്? എന്നാ ഇപ്പോഴും ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് നിൽക്കണോ ഞാൻ? അപ്പൊ ഇനി ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് കഴിയാനാ പ്ലാൻ? അതാ യോഗെങ്കിൽ അങ്ങനെ. ഏതായാലും ഇപ്പോ ഗോപാലേട്ടൻ പോയി അവരോടൊന്ന് സംസാരിക്കണം. എന്ത് കാരണം പറയൂടാ? ഇങ്ങനൊരു മരണം ഉണ്ടായി, കുറച്ച് നീട്ടി വെക്കണമെന്ന് പറയാം, അത് ന്യായമുണ്ട്. എത്ര കാലം? വെറുതെ എന്തിനാ ഗോപാലേട്ട ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിക്കണേ? അവർ നേരത്തെ വേറെ എന്തെങ്കിലും നല്ല ബന്ധം കിട്ടി പോട്ടെ. അല്ലാണ്ട് എന്നെ കാത്തിരുന്ന എന്താ ഒരു ഉറപ്പ്? ഇപ്പോഴാണെങ്കിൽ വിളി തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ. എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അവരോട് ആദ്യം ഒഴിയാൻ പറയും. നമ്മൾ ഒഴിഞ്ഞു എന്ന് പറഞ്ഞാൽ വെറുതെ ആ കുട്ടിക്കൊരു ദുഷ്പേരാവും. ഇവിടെ അമ്മയും സുമയും ആരും ഇത് അറിയാൻ വേണ്ട. അല്ല, അതല്ല, നമ്മൾ ക്ഷണിച്ചവരോട് എന്ത് പറയും? അതെന്തെങ്കിലും പറയാം. 10-12 എണ്ണല്ലേ കൊടുത്തിട്ടുള്ളൂ. ജവാ സുധാകരൻ നായരെ കല്യാണം ഒഴിഞ്ഞു പോയെന്ന് പറയണത് ഇവിടെ ഒരു വാർത്തയാണ്.
എന്നാലും നിങ്ങൾ കളിച്ച് കൊലച്ചതിയാ. അവര് തല്ലാതെ വിട്ട നിങ്ങളെ ഭാഗ്യം. അവർക്ക് ദോഷമായിട്ടൊന്നും ഉണ്ടായില്ലല്ലോ. ഒരു പെൺകുട്ടിന്റെ കാര്യത്തിൽ കല്യാണം മുടങ്ങുന്ന നിസ്സാര കാര്യ. ഒരു ബ്രോക്കർ എന്ന നിൽക്കുള്ള ചീത്തപ്പേരോ. 4-5 കൊല്ലം നടന്ന് ചെരുപ്പ് തെഞ്ഞിണ്ടായ കല്യാണ. കാശ് എത്ര എനിക്ക് നഷ്ടം എന്നറിയോ? താൻ നഷ്ടപ്പെടണ്ട. തന്റെ നഷ്ടം എത്രയാണെന്ന് വെച്ചാൽ പറയും, അത് ഞാൻ തന്നേക്കാം. അപ്പൊ അവിടെ തിരിക്കിട്ടാണ് മറ്റേ കമ്മീഷനോ? അതും തന്നേക്കാം. തന്റെ പ്രശ്നം തീർന്നല്ലോ. എന്റെ പ്രശ്നം തീർന്നു. ആ പെൺകുട്ടിയുടെ പ്രശ്നം അതിനിപ്പോ ഞാനെന്താ ചെയ്യേ? കോട്ടൊന്ന് പറഞ്ഞു. അല്ല, കുഞ്ഞിരാമൻ പറയണ എന്താ വെച്ചാ സുമയ്ക്ക് നമ്മൾ പിന്നീട് ഒരു ആലോചന ഉണ്ടാക്കിയാ പോരെന്നാ. അത് ഞാൻ ഏറ്റു. അതുണ്ടാവട്ടെ, എന്നിട്ട് ആലോചിക്കാം.